ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലൈറ്റിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിഫ്രാക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഡിഫ്രാക്ഷൻ്റെ പലതരം പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ പറയാൻ പോകുന്നത് ലൈറ്റിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് പോളറൈസേഷൻ. ലൈറ്റിന് നടക്കുന്ന ഒരു പ്രതിഭാസം, ഫിനോമിനൻ എന്നൊക്കെ പറയാം പോളറൈസേഷനെ. അപ്പോൾ ഇനി എന്താണ് നമുക്ക് പോളറൈസേഷൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്താണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അവരെന്താണ് ഓസിലേറ്റിംഗ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും എന്താണ് ഓസിലേറ്റിംഗ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ആണല്ലോ, നമ്മൾ മുന്നേ അറിയാം അല്ലേ. ഇനി ഈ രണ്ടും എന്താണ്, അതിൻ്റെ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷന് എന്താണ് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം അല്ലേ. ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ ലൈറ്റ്, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ലൈറ്റിനെ, നമ്മൾ ഇനി പറയാൻ പോകുന്ന ലൈറ്റിനെ നമ്മൾ എന്തിൻ്റെ ടേംസിൽ പറയാൻ പോവാണ്, എന്തിൻ്റെ ടേംസിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്, ഒരു ഇലക്ട്രിക് വെക്ടറിൻ്റെ ടേമിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുക്കുമ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഒക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ് എന്തിന്, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനോട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ലൈറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പോളറൈസേഷൻ എന്നുള്ള ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് വെക്ടറിനെ പറ്റി പറയുകയാണ്. ഓക്കെ, അവിടെ തൽക്കാലം നമ്മൾ മാഗ്നറ്റിക് വെക്ടറിനെ അവിടെ നിർത്താണ്. കാരണം കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഇലക്ട്രിക് വെക്ടർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ പറയുന്നതിന് മുന്നേ ഇനി ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അതാണ് എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാനുള്ളത്. അതായത് നമ്മൾ ഓർഡിനറി ലൈറ്റ് ബീം, നമ്മുടെ ഓർഡിനറി ലൈറ്റ് ആണ് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ്? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഡിനറി ലൈറ്റ്, ഇപ്പോൾ നമ്മൾ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന ലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഓർഡിനറി ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് വേവ്സ് എമിറ്റഡ് ബൈ ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദ ലൈറ്റ് സോഴ്സ് അല്ലേ. ആ ലൈറ്റ് സോഴ്സിലെ ആറ്റംസോ മോളിക്യൂൾസോ എമിറ്റ് ചെയ്യുന്ന ലാർജ് നമ്പർ ഓഫ് വേവ്സ് ആണ് ആര് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ആ ഓർഡിനറി ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിനകത്തെ ആ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിനകത്തെ ഓരോ ആറ്റംസും ഓരോ ഓറിയൻറ്റേഷനാണ് അവരുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറഞ്ഞത്. അതായത് ഒരാറ്റം ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുക, വേറൊരു ആറ്റം വേറൊരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുക, അങ്ങനെ ഏത് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്താലും ആ ഡയറക്ഷനിലാണ് അവരുടെയൊക്കെ എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ഉണ്ടാവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കാണിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ദ ലൈറ്റ് ഹാവിങ് ഓസിലേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻ. ആ ലൈറ്റിന് എങ്ങനെയാണ് എല്ലാ ഡയറക്ഷനിലും ഓസിലേഷൻ വരുന്നത്, അതിലത്തെ ഓരോ ആറ്റംസും എന്താണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഡയറക്ഷനിലാണ്. പ്രത്യേകിച്ച് അതിന് ഡയറക്ഷനില്ല, ഏത് ഡയറക്ഷനിലാണോ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ലൈറ്റ് ഹാവിങ് ഓസിലേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്കിനി റെപ്രസെൻറ്റേഷനിലേക്ക് പോകണം. ഇത് ഓരോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓരോ ആറ്റംസ് ആയിട്ട് എടുക്കണം. ഇതിപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം, രണ്ടാമത്തെ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം, മൂന്നാമത്തെ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് വരിക്കാം, നാലാമത്തെ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് വരിക്കാം. അങ്ങനെ കുറേ ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്, ഇവരൊക്കെ ഓരോ ഡയറക്ഷനിലാണ് വൈബ്രേറ്റ്. അപ്പോൾ ആദ്യത്തെ ആളുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഏത് ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിലായിരിക്കും. രണ്ടാമത്തെ ആളുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഏത് ഡയറക്ഷനാണ്, ഇതായിരിക്കും. മൂന്നാമത്തെ ആളുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇതായിരിക്കും, നാലാമത്തെ ആളുടെ ഇതായിരിക്കും. അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഒരു വൈബ്രേഷൻ, ഇതൊരു വൈബ്രേഷൻ, ഇതൊരു വൈബ്രേഷൻ, ഇതൊരു വൈബ്രേഷൻ, ഇങ്ങനെ ആണ് നമ്മൾ എന്താണ് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ലൈറ്റ് ബീം വിച്ച് ഹാവ് വൈബ്രേഷൻ ഇൻ മോർ ദാൻ വൺ പ്ലെയിൻ
ഇതിലിപ്പോൾ ഒരു പ്ലെയിനിൽ മാത്രമല്ല എല്ലാ പ്ലെയിനിലും എന്തുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഈ അൺപോളറൈസ്ഡ് നമ്മൾ ഒന്നുകൂടി സിമ്പിളറായിട്ട് ഇതിനെ നമ്മൾ ഈ പ്ലെയിനെയും നമ്മൾ ഇതിനോട് ചേർക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒന്നുകൂടി സിമ്പിളറായിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് വ്യൂ എടുത്താൽ എന്താവും, ഇതിനെ നേരെ നമ്മൾ ഓപ്പോസിറ്റായി തിരിച്ചു കഴിഞ്ഞാൽ എന്താവും, ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താവും, നമ്മുടെ മുന്നിലേക്കാവും അല്ലേ, നമ്മൾ നോക്കുന്ന ആ ഡയറക്ഷനിലേക്കാവും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ആ റെപ്രസെൻറ്റേഷനാണ്. ദ വൈബ്രേഷൻ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇതാണ് നമ്മുടെ ആ വൈബ്രേഷൻ എന്ന് പറഞ്ഞത്, പ്ലെയിൻ ഓഫ് ദ പേപ്പറിലുള്ള വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ് ഈ ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ലൈറ്റ് ഹാവിങ് ഓസിലേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ലൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓർഡിനറി ലൈറ്റ്, അതായത് നമ്മുടെ കാൻഡിലിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ ബൾബിൻ്റെ ലൈറ്റൊക്കെ എന്താണ്, എക്സാമ്പിൾ ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോളറൈസേഷനിലേക്ക് പോവുകയാണ്. ഇനി എന്താണ് പോളറൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ അൺപോളറൈസ്ഡ് ലൈറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ. നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ നിന്ന് വരികയെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ ഒരു ക്രിസ്റ്റലിനകത്ത് കൂടെ കടത്തി വിടാം. ഈ ക്രിസ്റ്റലിന് നമ്മൾ പോളറോയിഡ് എന്നാണ് പറയുക. പോളറോയിഡിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ടെർമലൈൻ ക്രിസ്റ്റലും നിക്കോൾ പ്രിസൊക്കെ നമ്മൾ പോളറോയിഡ്സ് ആയിട്ട് എടുക്കാറുണ്ട്. ഈ പോളറോയിഡ്സിൻ്റെ പോളറൈസർ അല്ലെങ്കിൽ പോളറോയിഡ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ആക്സിസിന് എന്താണ് പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും, അതായത് ഈ ഡയറക്ഷനിൽ ഫ്രണ്ടിലേക്ക് ഈ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുന്ന ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ് ഈ ഡോട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഈ ക്രിസ്റ്റലിനകത്ത് കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഡയറക്ഷൻ ആയിരിക്കും. അതായത് ഇവിടെ കണ്ടു, ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡോട്ട്സ് ഇല്ല. അതായത് എന്താണ്, ഒരൊറ്റ ഡയറക്ഷനിലായി ഇതിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത്, ഈ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ഡയറക്ഷനാണ്. എല്ലാതും പ്ലെയിൻ ഓഫ് ദ പേപ്പറായിട്ട് മാറി. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ ലൈറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ പോളറൈസർ ലൈറ്റ് അല്ലെങ്കിൽ ലീനിയർലി പോളറൈസർ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറോയിഡിൽ കൂടെ കടത്തി വിട്ട്, അതായത് പോളറോയിഡ് ഏത് വേണമെങ്കിലും ആവാം, നിക്കോൾ പ്രിസം ആവാം, ടെർമലൈൻ ക്രിസ്റ്റൽ ആവാം, ഏതിലേക്കൂടെയും കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുമ്പോൾ എന്താവും, പ്ലെയിൻ പോളറൈസർ അല്ലെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആവും. ദാറ്റ് ഈസ് ദ ലൈറ്റ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓഫ് ഓൾ വേവ്സ് oscillates only in one direction is called plane polarized or linearly polarized. അതായത് ഈ പുറത്തേക്ക് വരുന്ന ഈ ലൈറ്റിൽ എന്താണ്, ഇലക്ട്രിക് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസിലേറ്റ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആറ്റംസിനുള്ള ഇലക്ട്രിക് വെക്ടർ ഈ ഡയറക്ഷനിൽ മാത്രം, ഇങ്ങനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, പ്ലെയിൻ പോളറൈസർ ലൈറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. നമുക്കതിൻ്റെ സെൻറ്റൻസിലേക്ക്, അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഹാവിങ് ഓസിലേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അൺപോളറൈസ്ഡ് ലൈറ്റിന് എന്തുണ്ട്, എല്ലാ ഡയറക്ഷനിലും ഓസിലേഷൻ ഉണ്ട്. വി ക്യാൻ കൺഫൈൻ ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് വെക്ടർ. നമ്മൾ പറഞ്ഞു നേരത്തെ, നമ്മൾ ആ ആറ്റത്തിൻ്റെ കേസിൽ പറഞ്ഞു എല്ലാ ഡയറക്ഷനിലും ഉള്ള ഇലക്ട്രിക് വെക്ടർ നമുക്ക് കൺഫൈൻ ചെയ്യാം അല്ലേ. എങ്ങനെയാണ്, ഇൻ വൺ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് മോഷൻ യൂസിങ് പോളറോയിഡ്സ് യൂസ് ചെയ്തിട്ട് എന്താണ്, അതിനെ ഒറ്റ ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, എല്ലാ ഡയറക്ഷനിലുമുള്ള വേവ്സിനെ, ഇതിപ്പോൾ എല്ലാ ഡയറക്ഷനിലുമാണ് ഈ വേവ്സ്, ഇതിനെ ഒരു പോളറോയിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഡയറക്ഷനിലാക്കി മാറ്റാൻ പറ്റും. നിക്കോൾ പ്രിസം, ടെർമലൈൻ ക്രിസ്റ്റലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പോളറോയിഡ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് വെക്ടർ ഓഫ് ഓൾ വേവ്സ് ഓസിലേറ്റ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഈസ് കോൾഡ് പ്ലെയിൻ പോളറൈസ്ഡ് ഓർ ലീനിയർലി പോളറൈസ്ഡ്. ഇവിടെ ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒരു കറക്ഷൻ ഉണ്ട്. ഈ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് വെക്ടർ ഓഫ് ഓൾ വേവ് ഓസിലേറ്റ് ഓൺലി ഇൻ
വൺ ഡയറക്ഷൻ. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. വൺ ഡയറക്ഷൻ ഈസ് കോൾഡ് എന്താണ് പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ഓർ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. ഇനി എന്താണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോളറൈസേഷൻ എന്നുള്ള ഫിനോമിനയിലേക്ക് എത്താണ്. എന്താണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ, ദ ഫിനോമിനൻ ഓഫ് കൺഫൈനിങ് ദ വൈബ്രേഷൻസ് ഓഫ് ദ വേവ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് മോഷൻ ഈസ് കോൾഡ് പോളറൈസേഷൻ. എന്താണ്, എല്ലാ വൈബ്രേഷനെയും ഒറ്റ ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യാണ്, ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യാണ്. എല്ലാ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെയും നമ്മളൊരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാണ്, കൺഫൈൻ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പോളറൈസേഷൻ്റെ കൂടെ ചേർക്കുകയാണ്. ആ ഫിനോമിനയുടെ കൂടെ കുറച്ച് കാര്യം കൂടി നമുക്ക് ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ഒരു പോയിൻ്റ് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ഇഫ് ഇൻ കേസ് ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എടുക്കുകയാണ്. എങ്ങനത്തെ അൺപോളറൈസ്ഡ് ആയിട്ട്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ സം പ്ലെയിൻ ഈസ് ഐദർ മോർ ഓർ ലെസ്സർ ദാൻ ഇറ്റ്സ് പെർപെൻഡിക്കുലർ പ്ലെയിൻ. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ പെർപെൻഡിക്കുലർ പ്ലെയിൻസ് എന്താണ്, കുറവാണ് അല്ലേ. കൂടുതലായിട്ടും എന്താണ്, ഈ പ്ലെയിൻസ് ആണ് കൂടുതൽ അല്ലേ. പ്ലെയിൻ ഓഫ് പേപ്പറാണ് ഇവിടെ കൂടുതൽ, പെർപെൻഡിക്കുലർ പ്ലെയിൻ കുറച്ചേ ഉള്ളൂ. അങ്ങനത്തെ ടൈപ്പ് അൺപോളറൈസ്ഡ് ലൈറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദ ലൈറ്റ് ഈസ് സെറ്റ് ടു ബി പാർഷ്യലി പോളറൈസ്ഡ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ടൈപ്പ്, അങ്ങനെ ഏതെങ്കിലും ടൈപ്പാണ് എടുക്കണമെങ്കിൽ ഇതിനെ നമ്മൾ പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് വിളിക്കുക. ഇഫ് ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് കവേർഡ് ടു പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ കൺവേർട്ടഡ് ടു പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് മാറ്റുകയാണെങ്കിൽ, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ എടുത്തിട്ട് നമ്മൾ പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻറ്റൻസിറ്റി റെഡ്യൂസസ് ടു ഹാഫ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിട്ട് കുറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇവിടുന്ന് വരുന്ന ഒരു ലൈറ്റിനെ നമ്മളൊരു പോളറോയിഡ് വെച്ചു, എന്നിട്ട് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസർ വെച്ചിട്ട് എന്തായി, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഇൻറ്റൻസിറ്റി പകുതിയായിട്ട് മാറും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനൊരു ട്രാൻസ്വേഴ്സ് നേച്ചറാണുള്ളത് അല്ലേ. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസിങ് പ്രൂഫ് ഓഫ് ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് വേവ്സ് ആസ് ട്രാൻസ്വേഴ്സ് വേവ് വൈബ്രേഷൻ ഓൾ ഇൻ പ്ലെയിൻ ഓഫ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് മോഷൻ ആൻഡ് സോ ദ വേവ് ക്യാൻ ബി പോളറൈസ്ഡ് അല്ലേ. നമ്മൾ പോളറൈസ്ഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഡയറക്ഷൻ കൺഫൈൻ ചെയ്യുന്നത് എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ മോഷൻ ഓഫ് ദ വേവ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾക്ക് പോളറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണ്, ഒരു ട്രാൻസ്വേഴ്സ് നേച്ചറിന് ഒരു കൺവിൻസിങ് പ്രൂഫാണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹവെവർ ഇഫ് ദ വേവ് ഈസ് ലോഞ്ചിറ്റ്യൂണൽ, വേവ് ലോഞ്ചിറ്റ്യൂണലാണെങ്കിൽ വൈബ്രേഷൻസ് ഇൻ എ വേവ് ആർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് മോഷൻ. ലോഞ്ചിറ്റ്യൂഡിനാണെങ്കിൽ നമുക്ക് നമ്മളെന്താണ് പറയണത്, അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ വൈബ്രേഷൻ എന്താണ്, അലോങ് ദ ഡയറക്ഷൻ ഓഫ് വേവ് മോഷനാണ്. ഇറ്റ് കാനോട്ട് ബി പോളറൈസ്ഡ്. അങ്ങനത്തെ വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോഞ്ചിറ്റ്യൂണലും ട്രാൻസ്വേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഫീൽഡ് വെക്ടേഴ്സ് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് മോഷനാണ്. ലോഞ്ചിറ്റ്യൂണലാകുമ്പോൾ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് മോഷനാണ്. അപ്പോൾ പാരലൽ പ്ലെയിൻ ഓഫ് മോഷനുള്ള ലോഞ്ചിറ്റ്യൂണൽ ടൈപ്പ് ഓഫ് വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത് എന്താണ്, ലൈറ്റ് വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാം. ലൈറ്റ് വേവിന് ഏത് നേച്ചറാണ്, ട്രാൻസ്വേഴ്സ് നേച്ചറാണ്. സൗണ്ട് വേവിന് ഏത് നേച്ചറാണ്, ലോഞ്ചിറ്റ്യൂഡൽ നേച്ചറാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോളറൈസ്ഡ് ആക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്രയാണ് പോളറൈസേഷനിൽ പറയാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.